ഗായ്സ്, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ പരിപാടി എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ടാങ്കിൽ നമ്മൾ കുറച്ച് റെഡ് ക്യാറ്റ് ഫിഷിന് ഇട്ടായിരുന്നു. 2 വാങ്ങിയിട്ടായിരുന്നു. അപ്പോൾ അത് ടാങ്കിലുണ്ടോ, അതിന് വല്ല മറ്റു മീനുകളെ കടിച്ചോ ഇല്ല എന്നൊക്കെ നമ്മൾ നോക്കി ചെറിയൊരു അപ്ഡേറ്റ് കാണിക്കാനാണ് വന്നിരിക്കുന്നത്. ടാങ്കിലാണെങ്കിൽ വേറെ വാള, മുഷി ഇതൊക്കെയാണ് കിടക്കുന്നത്. എന്തായാലും വെള്ളം ഫുള്ള് വറ്റിച്ചിട്ട് മീനെ കാണിക്കാം. വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ മുടങ്ങാതെ കാണുക ഗായ്സ്. അപ്പോൾ നമ്മുടെ മീനുകളെല്ലാം ഈ ടാങ്കിലാണ് കിടക്കുന്നത്. അപ്പോൾ ഇതിലോട്ടാണ് നമ്മൾ RTCനെ നേരത്തെ റിലീസാക്കിയത്. അപ്പോൾ ടാങ്കിലാണെങ്കിൽ വെള്ളം എല്ലാം ക്ലിയറാണ്. നിങ്ങൾക്ക് ഇങ്ങനെ നോക്കുമ്പോൾ അഴുക്ക് പിടിച്ച് കിടക്കുന്ന പോലെ തോന്നുന്നുള്ളൂ. ഇതേ കണ്ടില്ലേ, നമ്മളിപ്പോൾ കയ്യിൽ വെള്ളം എടുക്കുമ്പോൾ കാണാമല്ലോ, നല്ല ക്ലിയറാണ്. താഴെ തട്ടിൽ അല്പം ഫുഡിൻ്റെ വേസ്റ്റ്, അങ്ങനെ അഴുക്കൊക്കെ, ഫിഷിൻ്റെ എക്സ്ക്രീറ്ററി വേസ്റ്റൊക്കെ കിടക്കുന്നതുകൊണ്ടാണ് നമുക്ക് വെള്ളം അഴുക്കായിട്ട് തോന്നുന്നത്. എന്ന് പറഞ്ഞാൽ വെള്ളം ക്ലിയറാണ്. ഞാൻ പിന്നെ മീനെയൊക്കെ ഒന്ന് കാണാൻ വേണ്ടി, മീനിൻ്റെയൊക്കെ ഒന്ന് അപ്ഡേറ്റ് കാണിക്കാൻ വേണ്ടിയാണ് ജസ്റ്റ് ക്ലീൻ ആക്കുന്നത്. അപ്പോൾ വെള്ളം കളയാൻ വേണ്ടി നമ്മൾ ഇങ്ങനത്തെ ഒരു പൈപ്പാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ഒരു ഓസാണ് പണ്ടത്തെ. സംഭവം എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം വളച്ചതൊരു U ഷേപ്പ് ആക്കണം. എന്നിട്ട് 2 അറ്റവും വെള്ളത്തിൽ മുക്കിയിട്ട് വെള്ളം ഫുൾ നിറക്കണം. എന്നിട്ട് സംഭവം 2 അറ്റവും പൊത്തി പിടിച്ചിട്ട് ഇങ്ങനെ പൊക്കിയെടുത്തിട്ട് ഒരേ സമയം തന്നെ കമത്തണം. ഒരറ്റം ടാങ്കിനകത്തോട്ടും മറ്റേ അറ്റം പുറത്തോട്ടും ഇങ്ങനെ കമത്തണം. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഓസിനകത്തുള്ള വെള്ളമില്ലേ, ആ പുറത്തേക്ക് വെച്ചിരിക്കുന്ന അറ്റത്തൂടെ പുറത്തോട്ട് പോകും. അപ്പോൾ ഓസിനകത്ത് വെള്ളമൊന്നും കാണത്തില്ല. അപ്പോൾ അവിടെ ഒരു വാക്യൂം ക്രിയേറ്റ് ആക്കപ്പെടും. ആ വാക്യൂം വഴി ഈ വാക്യൂം എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ടാങ്കിലുള്ള വെള്ളത്തിനെ സക്ക് ചെയ്ത് ഓസിനകത്തോട്ട് എടുക്കും. എന്നിട്ട് അത് ഓസിൽ കൂടെ പുറത്തേക്ക് കളയും. അങ്ങനെയാണ് നമ്മൾ ടാങ്കിലെ വെള്ളം വറ്റിക്കുന്നത്. അപ്പോൾ ഇത് വർക്കാവണമെങ്കിൽ ഈ ടാങ്കിലുള്ള വെള്ളത്തിൻ്റെ ലെവലേ ഈ ഗ്രൗണ്ട് ലെവലിനേക്കാളും എബോവ് ആയിരിക്കണം. അല്ലാണ്ട് ഇപ്പോൾ ഒരു പടുതക്കുളം, നിങ്ങൾ കുഴിച്ചിട്ടുണ്ടാക്കിയ ഒരു പടുതക്കുളത്തിൽ പോയിട്ട് ഇങ്ങനെ വരിക്കാൻ നോക്കിയാൽ വെള്ളം വരത്തില്ല. അപ്പോൾ നമ്മൾ ഏകദേശം അത്യാവശ്യം വെള്ളമെല്ലാം വറ്റിച്ചിട്ടുണ്ട്. കുറച്ചൊക്കെ നമ്മൾ കോരി ഇങ്ങനെ വാഴക്ക് ചവിട്ടിലും അവിടെ ഇവിടെയൊക്കെ ഒഴിച്ചിട്ടുണ്ട്. എല്ലാം കൂടി കോഴിക്കളയാനൊന്നും പറ്റത്തില്ല. അതിന് മാത്രം ടൈമൊന്നും നമുക്കില്ല. മീനുകളെല്ലാം അവിടെ സേഫായിട്ടിരിപ്പണ്ടേ. എല്ലാം കൂടി ഇങ്ങനെ ഒതുങ്ങിക്കൂടി ഇരിക്കുകയാണ്. കുറച്ചും കൂടെ വെള്ളമുണ്ട് കേട്ടോ. അത് നമുക്ക് ചെറിയൊരു കപ്പ് കൊണ്ട് കോരിക്കളയാം. ഓസ് കൊണ്ട് ഈ ലാസ്റ്റ് കിടക്കുന്ന വെള്ളമൊന്നും എപ്പോഴും വറ്റി പോകത്തില്ല. അതിന് വല്ല മോട്ടർ തന്നെ വേണ്ടി വരും. ഇവിടെ അധികം വാക്യൂം നമുക്ക് ക്രിയേറ്റ് ആക്കാൻ പറ്റത്തില്ല, അറിയാമല്ലോ. അപ്പോൾ മിച്ചമുള്ള വേസ്റ്റും അഴുക്കും എല്ലാം ഈ ഒരു താഴെത്തട്ടിലെ വെള്ളത്തിലായിരിക്കും കാണുന്നത്. നമ്മൾ ഈ പൈപ്പ് കൊണ്ട് അടിക്കുന്ന വെള്ളമെല്ലാം നല്ല ക്ലിയർ ആയിട്ടാണല്ലോ പുറത്തേക്ക് വന്നിട്ടിരുന്നത്. അപ്പോൾ വെള്ളമെല്ലാം വറ്റിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ജപ്പാൻ വെള്ളം നിറക്കാൻ കേട്ടാ. ഞാൻ ഉള്ള എല്ലാ ടാങ്കിലും ജപ്പാൻ വെള്ളമാണ് യൂസ് ചെയ്യുന്നത്. പല വീഡിയോയിലും പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, ജപ്പാൻ വെള്ളം, ഒടുക്കത്തെ ക്ലോറിൻ, അത് ഇതെന്നൊക്കെ. ഒരു കുഴപ്പമില്ല. ഞാൻ ഇങ്ങനെയുള്ള മീനുകൾക്കെല്ലാം ജപ്പാൻ വെള്ളമാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇൻ കേസ് വല്ല ഗോൾഡ് ഫിഷ്, കാർപ്പാണെങ്കിൽ വല്ല പ്രശ്നം ഉണ്ടായാലോ ഉള്ളൂ. ഞാനും ഗോൾഡ് ഫിഷും കാർപ്പും വളർത്തിയിട്ടുണ്ട്. ഗോൾഡ് ഫിഷ് ഇപ്പോൾ എങ്ങനെ ഉപയോഗിച്ചാലും എൻ്റെ കയ്യിൽ നിന്ന് ചാവാറുണ്ട്. കാർപ്പ് ഇങ്ങനെ ജപ്പാൻ വെള്ളം ഉപയോഗിച്ചുകൊണ്ട് മാത്രം എൻ്റെ ചത്തിട്ടൊന്നുമില്ല. അതൊക്കെ ചുമ്മാ മിത്താണ് കേട്ടോ. നിങ്ങൾക്ക് വളർത്തി നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഞാനൊരു 4-5 വർഷമായിട്ട് ജപ്പാൻ വെള്ളത്തിൽ മാത്രമാണ് മീൻ വളർത്തുന്നത്. ജപ്പാൻ വെള്ളത്തിൽ വളർത്താൻ ഭയങ്കര പേടിയാണെങ്കിൽ, അത് മാത്രം അവൈലബിൾ ഉള്ളെങ്കിൽ നിങ്ങൾ അത് പിടിച്ചൊരു ബക്കറ്റിൽ പുറത്ത് വല്ലതും വെച്ചാൽ മതിയായിരിക്കും. വല്ല ഒരു ദിവസം വല്ലതും വെച്ച് കഴിഞ്ഞാൽ എടുത്ത് ടാങ്കിലോട്ട് ഒഴിച്ചാൽ മതി. ആ ക്ലോറിനൊക്കെ അത്യാവശ്യം കുറഞ്ഞേക്കും. അല്ലാണ്ട് ഫുള്ളും പോകുകയെന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ അതിൻ്റെ സയൻറ്റിഫിക് സൈഡൊന്നും നോക്കിയിട്ടില്ല. അപ്പോൾ മീനുകളെല്ലാം കൂടിയിരിക്കുന്നത് കണ്ടെന്ന് ഓർക്കുന്നു. നമ്മുടെ RTC ഇതേ പോകണം കേട്ടോ ഗൈസ്. RTC ആണെങ്കിൽ വന്ന് അല്പം മെലിഞ്ഞിട്ടിരിക്കാൻ തോന്നുന്നു. ബാക്കിയുള്ള ഇഷ്ടംപോലെ മീനുകളുള്ളതുകൊണ്ട് RTCക്ക് തീറ്റയൊന്നും കിട്ടത്തില്ലെന്ന് തോന്നുന്നു. 2 RTC ആണ് കേട്ടോ ഗൈസ് നമ്മുടെ കയ്യിലുള്ളത്. ഈ ഒരു സൈസ് ഒരെണ്ണത്തിന് 250 രൂപയാണ് ആയത്. 2 കൂടി ടോട്ടൽ 500 rupees ആയിട്ടുണ്ട്. മറ്റേ മുഷികളൊന്നും ഇതിനങ്ങനെ ആക്രമിക്കുന്നതായിട്ടൊന്നും നമുക്ക് കാണാൻ മേല. ഇതുങ്ങളാണെങ്കിൽ അല്പം നാണക്കാരാണ് കേട്ടോ. അങ്ങനെ തീറ്റയൊന്നും ഇട്ട് കൊടുത്താലൊന്നും എടുക്കാനൊന്നും അങ്ങനെ ഓടിയൊന്നും വരത്തില്ല. പക്ഷെ മുഷിക്കാണെങ്കിൽ ഒരു നാണമില്ല. സംഭവം ഓടിച്ചാടി നമ്മുടെ അടുത്തേക്ക് വന്നേക്കും. ഇപ്പോൾ ടാങ്ക് ക്ലീനാക്കുന്നതിനിടയ്ക്ക് നമുക്കൊരു ഞമ്മിണിക്ക് കിട്ടിയായിരുന്നു കേട്ടോ. ഞമ്മിണിക്ക് നമ്മൾ നമ്മുടെ ഗപ്പിയുടെ ടാങ്കിലോട്ട് ഇട്ടിട്ടുണ്ട്. ഞമ്മിണിക്കൊക്കെ അകത്തൊന്നുമില്ല. സോ ഗപ്പിയൊക്കെ വേണമെങ്കിൽ അതിനകത്ത് പോയി ഒളിച്ചും പാത്തൊക്കെ ഇരുന്നേക്കും. അപ്പോൾ വെള്ളം നിറഞ്ഞ് ടാങ്കി ഫുള്ളാക്കിയിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ താഴെ നോക്കിയാൽ നമ്മുടെ മുഷിയും RTC ഇതൊക്കെ ഓടുന്ന കാണാൻ പറ്റും. അവറ്റുകളെല്ലാം നല്ല ഹാപ്പി ആയിട്ട് ഇരിപ്പുണ്ട് കേട്ടാ. വെള്ളം നമ്മൾ ഈ ഒരു ലെവൽ വരെ നടക്കുന്നുള്ളൂ കേട്ടാ. കാരണം ഈ RTC ചാടിപ്പോവും. ഞാൻ ഇതിനു മുമ്പ് 2 തവണ ഇതിനെ വാങ്ങി വളർത്തിയിട്ടുള്ളത്. 2 തവണ സാധനം ചാടിയാണ് പോയിരിക്കുന്നത്. നമ്മൾ ഓർക്കും ചാടത്തില്ലെന്ന്, പക്ഷെ അവൻ ഡേഞ്ചറാണ്. അപ്പോൾ ടാങ്കിലെ പഴയ പായലെല്ലാം നമ്മൾ കളഞ്ഞായിരുന്നു. അപ്പോൾ പുതിയ നമ്മുടെ ഗപ്പി ടാങ്കിൽ നിന്നൊക്കെ കുറച്ച് പായലെടുത്തിട്ട് നമ്മുടെ സിമെൻറ്റ് ടാങ്കിലോട്ട് ഇടുവാണ്. പായലൊക്കെ ഇടുന്ന എപ്പോഴും നല്ലതായിരിക്കും. വാട്ടർ ക്വാളിറ്റി മോശമാവുന്നുണ്ടോ ഇല്ലേ എന്നൊക്കെ നമുക്ക് പായലിൻ്റെ ഗ്രോത്ത് നോക്കിയാൽ മനസ്സിലാവും. ഗൈസ്, അപ്പോൾ അത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ ഇതുപോലുള്ള വീഡിയോകൾക്കായിട്ട് വാട്ടർമാൻ്റെ പേജ് ഫോളോ ചെയ്യുക.